ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവർക്കും സുഖമായിരിക്കും അല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്ക് കൂടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞിട്ട് അടിപൊളി തേങ്ങ അരച്ച കറിയും മുളകിട്ട കറിയുമാണ് കേട്ടോ. കുറച്ച് മീൻ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ച്, എന്തിനും നമുക്ക് ഓരോരോ ദിവസം ഓരോരോ മൂഡാണല്ലോ. ചില സമയത്ത് എന്താക്കും, അത് ഫ്രിഡ്ജിൽ അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഉണ്ടായ കറിയും കൊണ്ട് അങ്ങ് ഒപ്പിക്കും. അപ്പോൾ ചില ദിവസം നമ്മൾ എന്താക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നോക്കിയിട്ട് അതിൻ്റെ മട്ടൻ പോലെ കറിയൊക്കെ വെച്ച് വെക്കുമല്ലോ. എന്നെപ്പോലത്തെ ഒരു കിട്ടോ പെരക്ക് ആണുങ്ങളൊക്കെ നിറച്ചില്ലവർക്കൊന്നും അങ്ങനെയൊന്നും നടക്കൂല. അപ്പോൾ കപ്പൾ വെക്കും വേണം. പക്ഷെ ഞാൻ ഇന്നെന്താ കാട്ടിയൊരു അപ്പത്തെ ഒരു മൂഡ് തന്നെ പറയപ്പോൾ ഇതിന് എന്താ പറയുക, ഇത് എന്ത് മീനാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അതിൻ്റെ ഉണക്കമീനൊക്കെ തിന്നിട്ടുണ്ട്. ഇത് എന്ത് മീനറിയില്ല. എന്തായാലും തേങ്ങ അരച്ച് വെച്ചാലും മുളക് ഇട്ട് വെച്ചാലും സൂപ്പറുണ്ട്. നമ്മൾ ഉണക്കമീനൊക്കെ വാങ്ങൂല, ആ ഒരു നീണ്ട മീൻ, ചുണ്ട് നീണ്ടിട്ടില്ലേ, പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ലേസ് ചെയ്യുന്ന എടുത്തിട്ട് തേങ്ങ അരച്ച് വെച്ച്, ലേസ് ചെയ്തിട്ട് മുളക് ഇട്ട് വെച്ച് കുറച്ച് പൊരിച്ചും ചെയ്തിട്ടോ. 3 നേരമായിട്ട് പൊരിച്ചും ചെയ്തിനെ മസാല തേച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയിട്ട് വരിക. അതിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിയും വലിയ ജീരകവും ഇട്ടിട്ട് തേങ്ങ നല്ലോണം തേങ്ങ അരച്ചതിലേക്ക് പിന്നെ നമ്മൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയണതാണ് എങ്ങനെയാണ്. പക്ഷേ ഇതിൽ ഞാൻ ഈ 2 കറി വെക്കുമ്പോൾ രണ്ടിലും ഓരോരോ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് വീഡിയോ കാണുന്നവർ കണ്ടോരൊന്ന് കമൻ്റ് ആക്കിട്ടോ. തേങ്ങ അരച്ച കറിയിലേക്ക് കൂട്ടിയ സാധനം ഞാൻ മുളകിട്ട കറിയിലേക്ക് കൂട്ടിയിട്ടില്ല. മുളകിട്ട കറിയിലേക്ക് ഞാൻ കൂട്ടിയ സാധനം തേങ്ങ അരച്ച കറിയിലേക്ക് ഞാൻ കൂട്ടിയിട്ടില്ല. അത് 2 കൂട്ടാനും പാടില്ല കേട്ടോ. മുളകിട്ട കറിയിലേക്ക് നമ്മളത് കൂട്ടരുത്, തേങ്ങ അരച്ച കറിയിലേക്ക് ഇതും കൂട്ടരുത്. അങ്ങനെ 2 സാധനം ഞാൻ എന്താ ഇട്ടേ, നിങ്ങൾ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചിനി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലാക്കി എന്താണത് എന്നുള്ളത്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്താക്കി, ഇത് 2 പൊട്ടിച്ച് ഉലുവയും പൊട്ടിച്ച് കടുകും പൊട്ടിച്ചിട്ട് എന്താക്കി ഉള്ളിയും തക്കാളി നല്ലോണം വാടണം. അത് ഏത് കറിക്കായാലും, മുളകിട്ട കറിക്കായാലും തേങ്ങ അരച്ച കറിക്കായാലും. പിന്നെ ട്രിവാൻഡ്രം സ്റ്റൈലിൽ തേങ്ങ അരച്ച് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങേനെ തന്നെ എല്ലാം കൂടി തിളപ്പിച്ചിട്ട് വെക്കലാട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ട്രിവാൻഡ്രം സ്റ്റൈലിലുള്ള തേങ്ങ അരച്ച മീൻ കറി വീഡിയോയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ അടിപൊളി ടേസ്റ്റുമാണത്. പക്ഷെ വീഡിയോയിൽ ചെയ്തിട്ടില്ല കേട്ടോ. വേണ്ടവർ കമൻ്റ് അയക്കണം. പിന്നെ ട്രിവാൻഡ്രം സ്റ്റൈൽ മീൻ കറി തേങ്ങ അരച്ചത് എങ്ങനെ വെക്കലെന്നുള്ളത് നിങ്ങൾ വെക്കണം. ആ വീഡിയോ വേണ്ടവർ കമൻ്റ് അയക്കണം കേട്ടോ. പിന്നെ ഞാൻ ഒരു 8:30 മണി 9 മണിയാകുമ്പോഴൊക്കെ ലൈവ് കയറലുണ്ട്. എല്ലാവരും എന്താക്കണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ എൻ്റെ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും മീൻകറി വെക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഇടലുണ്ടോ എന്നുള്ളത് എനിക്കറിയൂല കേട്ടോ. ഞാൻ ആദ്യമൊന്നും ഇടൂലായിരുന്നു, വെറും മുളകും മഞ്ഞളും മാത്രം ഇട്ടിട്ടായിരുന്നു മുളകിട്ടത് വെക്കുന്നുണ്ടായത്. ഇപ്പം ഞാൻ എന്ത് വിചാരിച്ച്, ഇറച്ചിക്കായാലും മീനിനായാലും ഒരിച്ചിരി മല്ലിപ്പൊടി ഇടണം. അപ്പോൾ ഈ മല്ലിപ്പൊടി എന്ന് പറയുന്ന സാധനം ഇങ്ങനെയൊക്കെ തന്നെ കടല, ഇറച്ചി, മീൻ, മുട്ട അതൊക്കെയാണല്ലോ ഇടൽ. പിന്നെ മല്ലിപ്പൊടി ഇടുക. അപ്പോൾ അതുപോലെ തന്നെ മുളകിട്ട കറിക്ക് ഞാൻ ഫസ്റ്റ് വെക്കുന്ന സമയത്തൊന്നും മല്ലിപ്പൊടി ഇട്ടുന്നുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് വലിയൊരിത് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ എനിക്ക് മല്ലിപ്പൊടി ഇട്ടിട്ടാണ് ഒന്നും കൂടി ഇത് തോന്നുന്നത്. അത് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തേങ്ങ അരച്ചത് കൂട്ടട്ടോ. ഈ കറിയാണ് തേങ്ങ അരച്ച കറിയാണ് ഏറ്റവും സൂപ്പർ. മുളകിട്ട കറീനെക്കായി ഒക്കെ നല്ല ടേസ്റ്റ് തോന്നിയത് തേങ്ങ അരച്ച കറിയാണ് കേട്ടോ. ദോശക്കായാലും പത്തിരിക്കായാലും ചോറിനായാലും എന്തിനായാലും അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഇത് 2 നല്ലോണം തിളച്ച് വരട്ടെ. അപ്പോഴാണല്ലോ നമ്മൾ ഉപ്പ് നോക്കുക. 2ലും മുളകിട്ട കറിയിലായാലും 2ലും ഒരു കയ്യിലിട്ടിട്ടാണ് എടുക്കുന്നത് കേട്ടോ. 2ഉം മീൻ കറിയാണല്ലേ. അങ്ങനെ മുളകിട്ട കറീൻ്റെ നല്ലോണം തിളച്ച് വന്നിന് കേട്ടോ. അപ്പോൾ തലവൻ്റെ ഭാഗമാണ് ഞാൻ മീൻ മുളകിട്ടയിലേക്ക് ആക്കുന്നത്. അങ്ങനെ അത് എന്താക്കി നല്ല തിളക്കട്ടെ. അപ്പം നോക്കുമ്പോൾ തേങ്ങ അരച്ച കറി ഇങ്ങനെ തിളച്ച് വന്നിട്ടില്ല. അടുപ്പ് ചിലത് നല്ലോണം കത്തും, ചിലത് നല്ലോണം കത്തൂലല്ലോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ ബാലിൻ്റെ സൈഡാണ് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ബാല് കട്ടാക്കിയിട്ടുണ്ടാവില്ല, ആ സൈഡാണ് തേങ്ങ അരച്ച് വെച്ചത്. തലൻ്റെ ഭാഗമാണ് മുളകിട്ട് വെച്ചത്. ഇതിൻ്റെ നടുവാണോ സെൻറ്ററാണോ ബാലാണോ തലാണോ അങ്ങനെ ഏതോ ഒരു സൈഡ് പൊരിക്കാനും എടുത്തു. കുറച്ച് നീളവും വണ്ണമൊക്കെ അല്ലേ നോക്കിയിട്ട് പൊരിക്കാനും എടുത്തിട്ടോ. അപ്പോൾ കരിയാപ്പല ഇങ്ങോട്ട് കൊമ്പോടെ പൊട്ടിച്ചിട്ടിടുകയാണ്. കരിയാപ്പലൊക്കെ ഇപ്പോൾ എന്തെല്ലോ വലിയ മരത്ത് ആ കരിയാപ്പല ഒരു ജാതി കറുത്ത കുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിരിലാണുള്ളത്.
തില്ല ഇപ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞ് നിറച്ചു. ഇവിടുത്തെ കഥ എന്താ അറിയോ, കരിവേപ്പില കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പൊറുക്കിച്ചാടുക. ഇതാകുമ്പോൾ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ കൊമ്പോടെ എടുത്തുവെച്ച പ്രശ്നമില്ലല്ലോ. അങ്ങനെ പിന്നെ മുളകിട്ട കറി അവിടെ സെറ്റായതിൻ്റെ ശേഷം ഞാൻ എന്താക്കി 3 മീൻ പൊരിച്ച്. നമ്മൾ 3 ആളല്ലേ, അപ്പോൾ 3 മീൻ പൊരിച്ചാൽ മതി. ബാക്കി എന്താക്കുക ഫ്രിഡ്ജിൽ കയറ്റിയേക്കാന്ന് വിചാരിച്ചിട്ട് 3 മീൻ പൊരിച്ചത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകല്ല കേട്ടോ. പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സേക്കും ഫാമിലിക്കും എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനത്തെ അടിപൊളി മീൻ കറി, ചൂരക്കറി, ആ കറി, ഈ കറി എന്ന് പറയുന്ന പോലെ എനിക്ക് മീനിൻ്റെ പേരറിയൂല. മീനിൻ്റെ പേരും അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ല വഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദമൊക്കെ ഒന്ന് അകത്താക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്യാവശ്യം ഇന്ന് ലെങ്തിയായ വീഡിയോ തന്നെയാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ മക്കളെ. അസ്സലാമു അലൈക്കും.